പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമേ പറയുന്നു. പ്രസിദ്ധീകരിക്കാനില്ല ഒരു 4 കൃതികളെ കുറിച്ച്. ആ കൃതികളുടെ ഊർജത്തിൽ നിന്ന് അതിൻ്റെ കാന്തിക വലയത്തിൽ നിന്ന് മാറാൻ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഇനിയും എനിക്ക് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവയെക്കുറിച്ച് പറയുന്നു. അതിനൊരു കാര്യം പറയാം. ഈ ഉത്തരാധുനികത എന്ന് പറയുന്നതിനെ ഇത്രമാത്രം പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വയസ്സൊക്കെ ആയി, പക്ഷേ ചെറുപ്പത്തിലുള്ള ജീവിതം നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കണമെന്നില്ല. ചില വ്യത്യാസങ്ങൾ വരും, ചില പ്രധാന പ്രശ്നങ്ങൾ വരും, സാധിക്കില്ല. അതുകൊണ്ട് വിവാദങ്ങൾ വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഉത്തരാധുനിക നിരൂപണത്തിലെ ഒരു പ്രധാനപ്പെട്ട തത്വം സാഹിത്യം എന്നൊന്നുണ്ടോ എന്നതാണ്. സാഹിത്യം ഒന്നുണ്ടോ പ്രത്യേകമായി നമ്മൾ പത്രം വായിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നോവലുണ്ടാകും. പത്രത്തിൽ ഒരു മനോരമയിലെ ഒരു സ്റ്റോറി വായിക്കുന്നതിൽ എന്താണ് ഒരു നോവലിനകത്ത് വ്യത്യാസമായിട്ടുള്ളത്? വളരെ സംസാരിക്കുന്നേ. ഇത് 70കളുടെ ആദ്യകാലത്ത് ആധുനികതയെ കുറിച്ച് മുഴുവൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കാരണമാണ് സംസാരിക്കുമ്പോൾ വിദ്യകൾ സംസാരിക്കുമ്പോഴൊക്കെ എതിർത്തിരുന്ന ഒരു യാഥാസ്ഥിതികത്വമുണ്ട്. ആ യാഥാസ്ഥിതികത്വം ഇന്നത്തെ ആധുനികരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കഥാകൃത്തുകളും കവികളും നിരൂപകരും ആവർത്തിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ കാനനൈസേഷൻ എന്ന് പറയുന്നതാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കാനൻ. അതിനൊരു പ്രത്യേക ഒരു പ്രതിഷ്ഠിതമായ ഒരു സാഹിത്യം അതൊന്നുമില്ല എന്നുള്ളൊരു വാദം വളരെ ശക്തമായിട്ട് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. അതിന് അനുരോധമായിട്ടുള്ള കൃതികൾ എന്നിവ ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് ഈ കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാളത്തിലെ അത്ഭുതകരമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന നോവലിൽ പല കാര്യങ്ങളും പത്രത്തിൽ കാണുന്നത് സംഗതികൾ, ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന സംഗതികൾ, ചില സാധാരണ കഥകൾ കാണുന്ന കാര്യങ്ങൾ, ഉജ്ജ്വലമായ ഒരു ഭാഷയില്ല. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ വെച്ച് ഇത്തരം കൃതികളെ പരിശോധിക്കേണ്ട അത്യാവശ്യമാണ്. മുകുന്ദൻ ഈ ഉത്തരാധുനികത നമ്മുടെ സാഹിത്യത്തിന് പരിമിതമല്ലെന്ന് പറഞ്ഞിട്ടില്ല. മുകുന്ദൻ തന്നെ വീട് കഴിഞ്ഞു. ഒരുപക്ഷെ ഉത്തരാധുനികതയിലേക്ക് പരിപൂർണമായും സമ്പൂർണമായും കൃത്രിമത്വ ലേശമില്ലാതെയും വീട് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ എഴുത്തുകാരനാണ്. മലയാളത്തിലുണ്ടായിട്ടുള്ള 10 നോവലുകളിൽ ഒന്ന് എന്ന് നിസ്സംശയം പറയാറുള്ളത്. ഖസാക്കിന്റെ ഇതിഹാസത്തിന് ശേഷം മലയാളത്തിലെ വായനക്കാരനെ ഇത്രമാത്രം സ്പർശിക്കുന്നതും ഇത്രമാത്രം സത്യം ഉൾക്കൊള്ളുന്നതുമായ നോവൽ നമുക്ക് കേശവന്റെ വിലാപങ്ങൾ